നമസ്കാരം. നഴ്സസ് മോട്ടീവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മസിൽസ് ഓഫ് ദി ആം ദാറ്റ് മൂവ് ദി റേഡിയസ് ആൻഡ് അൾന നോക്കാം. നമ്മളെ ഫോറാമിലുള്ള ബോൺസ് ആണ് റേഡിയസ് ആൻഡ് അൾന. ഇതിനെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് 4 ടൈപ്സ് ഓഫ് മസിൽസ് ആണ് നമ്മളെ ഫോറാമിലുള്ളത്. ഏതൊക്കെ? ഫ്ലെക്സേഴ്സ്, എക്സ്റ്റെൻസേഴ്സ്, പ്രൊനേറ്റേഴ്സ് ആൻഡ് സുപ്പിനേറ്റേഴ്സ്. ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, പ്രൊനേഷൻ, സുപ്പിനേഷൻ ഇതെല്ലാം ഓൾറെഡി അനാട്ടമിയിൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒന്നും കൂടി പറയാം. ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ മടക്കുക, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ നിവർത്തുക, പ്രൊനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റീരിയർലി പാം ടേൺ ചെയ്യുക, സുപ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റീരിയർലി പാം ടേൺ ചെയ്യുന്നത്. ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന മസിൽസിനെയാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മളെ ഫോറാമിലുള്ള. ഓക്കെ, അപ്പോൾ ഫോറാം ഫ്ലെക്സേഴ്സ് 3 മസിൽസ് ഉണ്ട്. ബൈസെപ്സ് ബ്രാക്കൈ, ബ്രാക്കിയാലിസ് ആൻഡ് ബ്രേക്കിയോ റേഡിയാലിസ്. ഇത് മനസ്സിലാക്കുക, എന്നിട്ട് ബൈ ഹാർട്ട് പഠിക്കാം. ബൈസെപ്സ് ബ്രാക്കൈ. ബ്രാക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം എന്നാണ് മീനിങ്. ബൈ എന്ന് പറയുമ്പോൾ ടു ഹെഡ്സ് ഓഫ് ഒറിജിൻ ഉള്ളതുകൊണ്ടാണ് അതിന് ബൈസെപ്സ് ബ്രാക്കൈ എന്ന് പറഞ്ഞ പേര് വന്നത്. പിന്നെ ബ്രേക്കിയാലിസ്, പിന്നെ ബ്രേക്കിയോ റേഡിയാലിസ്. റേഡിയസ് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, റേഡിയസിലുള്ള അവിടെയുള്ള മസിലാണ്. ഇനി ഫോറാം എക്സ്റ്റെൻസർ മസിൽസ് 2 ഉണ്ട്. ട്രൈസെപ്സ് ബ്രാക്കൈ. ഇവിടെ ട്രൈ എന്ന് പറയുന്നതുകൊണ്ട് 3 ഹെഡ്സ് ഓഫ് ഒറിജിൻ ഉണ്ട്. നെക്സ്റ്റ് വൺ ആങ്കോണിയസ്. ആങ്കൺ എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് എൽബോ എന്നാണ്. ഓക്കെ, അപ്പോൾ ഫോറാം എക്സ്റ്റെൻസേഴ്സ് 2 ട്രൈസെപ്സ് ബ്രാക്കൈ ആൻഡ് ആങ്കോണിയസ്. ഇനി ഫോറാം പ്രൊനേറ്റേഴ്സ് 2 ഉണ്ട്. പ്രൊനേറ്റർ ടിയേഴ്സ് ആൻഡ് പ്രൊനേറ്റർ ക്വാഡ്രാറ്റസ്. പ്രൊനേറ്റർ എന്ന് പറഞ്ഞ വേർഡ് മീനിങ് ടേൺസ് ദ പാം പോസ്റ്റീരിയർലി എന്നാണ്. ടിയർ എന്ന് പറഞ്ഞത് ടെറോ എന്ന് പറഞ്ഞ വേർഡ് മീനിങ് റൗണ്ട് ആൻഡ് ലോങ് എന്നാണ് അർത്ഥം. ഇനി പ്രൊനേറ്റർ ക്വാഡ്രാറ്റസ് ഓർമ്മിക്കണമെങ്കിൽ ഇതൊരു സ്ക്വയർ ഷേപ്ഡ് 4 സൈഡഡ് ഷേപ്പ് ആയതുകൊണ്ടാണ് അതിന് ക്വാഡ്രാറ്റസ് എന്ന് വന്നത് പേര്. പ്രൊനേറ്റർ ക്വാഡ്രാറ്റസ്. ഇനി നെക്സ്റ്റ് വൺ ഫോറാം സുപ്പിനേറ്റേഴ്സ് ഏതൊക്കെയാണ്? സുപ്പിനേറ്റർ ഒറ്റൊന്നേ ഉള്ളൂ. അത് ടേൺസ് ദ പാം ആൻറ്റീരിയർലി. അതുകൊണ്ടാണ് അതിന് ഫോറാം സുപ്പിനേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ പേരും സുപ്പിനേറ്റർ തന്നെയാണ്. ഇനി ജസ്റ്റ് നിങ്ങൾ പിക്ചേഴ്സ് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡിലത്തെ പിക്ചറിൽ ബൈസെപ്സ് ബ്രാക്കൈയും ബ്രാക്കിയാലിസും കാണിച്ചിട്ടുണ്ട്. ബൈസെപ്സ് ബ്രാക്കൈ ഞാൻ പറഞ്ഞു 2 ഹെഡ്സ് ഓഫ് ഒറിജിന്, ലോങ് ഹെഡും ഷോർട്ട് ഹെഡും അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്കിയാലിസും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി റൈറ്റ് സൈഡിലത്തെ പിക്ചറിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അൾനയും റേഡിയസും അതിൻ്റെ മുകളിലുള്ള ബ്രേക്കിയാലിസും ബ്രേക്കിയോ റേഡിയാലിസും കാണിച്ചിട്ടുണ്ട്. ആൻറ്റീരിയർ ഡീപ്പ് വ്യൂ ആണിത്. അതിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. 3 ഫോറാം ഫ്ലെക്സേഴ്സും നിങ്ങൾക്ക് മനസ്സിലായി. ബൈസെപ്സ് ബ്രാക്കൈ, ബ്രാക്കിയാലിസ് ആൻഡ് ബ്രേക്കിയോ റേഡിയാലിസ്. ഇനി അടുത്തത് ഫോറാം എക്സ്റ്റെൻസേഴ്സായ ട്രൈസെപ്സ് ബ്രാക്കൈയും ആങ്കോണിയസും. അത് ലെഫ്റ്റ് സൈഡിലത്തെ പിക്ചറിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ട്രൈ എന്ന് പറഞ്ഞ വേർഡ് മീനിങ് 3 ഹെഡ്സ്, ലോങ് ഹെഡ്, ലാറ്ററൽ ഹെഡും മീഡിയൽ ഹെഡും. ലാറ്ററൽ ഭാഗത്തുള്ളത് കൊണ്ട് അതിന് ലാറ്ററൽ ഹെഡ്, മീഡിയൽ ഭാഗത്തുള്ളതിന് മീഡിയൽ ഹെഡ്. മറ്റേത് ലോങ് ഹെഡ്, ലോങ് ആയിട്ടുള്ളത് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ആങ്കോണിയസ് എന്ന് പറഞ്ഞ മസിലും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡിലത്തെ പിക്ചർ നോക്ക്. അതിൻ്റെ അകത്ത് ഫോറാം പ്രൊനേറ്റേഴ്സും ഫോറാം സുപ്പിനേറ്ററും കാണിച്ചിട്ടുണ്ട്. പ്രൊനേറ്റർ ടിയേഴ്സും പ്രൊനേറ്റർ ക്വാഡ്രാറ്റസും. ക്വാഡ്രാറ്റസ് കണ്ടോ, ഒരു സ്ക്വയർ ഷേപ്ഡ് ക്വാഡ്രിലാറ്ററൽ ഷേപ്ഡാണ്. അതുകൊണ്ടാണ് അതിന് പ്രൊനേറ്റർ ക്വാഡ്രാറ്റസ് എന്ന പേര് വന്നത്. ടിയേഴ്സ് എന്ന് പറഞ്ഞ വേർഡ് മീനിങ് ടെറോ എന്ന് പറഞ്ഞാൽ റൗണ്ട് ആൻഡ് ലോങ് എന്നാണ്. അപ്പോൾ പ്രൊനേറ്റർ ടിയേഴ്സ് കണ്ടോ, റൗണ്ട് ആൻഡ് ലോങ് ആണ് അതിൻ്റെ ഷേപ്പ്. ഓക്കെ, ക്വാഡ്രാറ്റസും അവിടെ കണ്ടു. ഇനി സുപ്പിനേറ്റർ റൈറ്റ് സൈഡിലത്തെ പിക്ചറിൽ ലെഫ്റ്റ് സൈഡിൽ സുപ്പിനേറ്റർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും മസിൽസിൻ്റെ പിക്ചേഴ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇനി നമുക്ക് നോട്ട്സ് നോക്കാം. മോസ്റ്റ് ഓഫ് ദ മസിൽസ് ദാറ്റ് മൂവ് ദ റേഡിയസ് ആൻഡ് അൾന, ഫോറാം ബോൺസ് ആണ് റേഡിയസ് ആൻഡ് അൾന എന്ന് പറഞ്ഞു. കോസസ് ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ അറ്റ് ദി എൽബോ. എൽബോയിൽ ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും. വിച്ച് ഈസ് എ ഹിഞ്ച് ജോയിൻറ്റ്. എൽബോയിലുള്ള ജോയിൻറ്റ് എന്താണ്? ഹിഞ്ച് ജോയിൻറ്റ്. ഓൾറെഡി ഹിഞ്ച് ജോയിൻറ്റെല്ലാം ഞാൻ ജോയിൻറ്റ്സ് പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഹിഞ്ച് ജോയിൻറ്റിൽ 2 മൂവ്മെൻറ്റ്സ്, ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും. പിന്നെ പറയുന്നത് ഫോറാം ഫ്ലെക്സേഴ്സ് ഏതൊക്കെയാണ്, ഫോറാം എക്സ്റ്റെൻസേഴ്സ് ഏതൊക്കെയാണ്? ബൈസെപ്സ് ബ്രാക്കൈ, ബ്രാക്കിയാലിസ്, ബ്രാക്കിയോ റേഡിയാലിസ്. എക്സ്റ്റെൻസേഴ്സ് എന്ന് പറയുന്നത് ട്രൈസെപ്സ് ബ്രാക്കൈയും ആങ്കോണിയസും. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇതൊക്കെ ആ പിക്ചർ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എന്നാലും നോട്ട്സ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി പിക്ചറും മനസ്സിൽ വെക്കുക. എന്നിട്ട് ഈ നോട്ട്സും കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദ ബൈസെപ്സ് ബ്രാക്കൈ ഈസ് ദ ലാർജ് മസിൽ ലൊക്കേറ്റഡ് ഓൺ ദി ആൻറ്റീരിയർ സർഫേസ് ഓഫ് ദി ആം. പിന്നെ അതിൻ്റെ പേര് പോലെ തന്നെ ഇറ്റ് ഹാസ് 2 ഹെഡ്സ് ഓഫ് ഒറിജിൻ, ലോങ് ആൻഡ് ഷോർട്ട്, ബോത്ത് ഫ്രം ദി സ്കാപ്പുല. സ്കാപ്പുലെന്നാണ് കേട്ടോ അതിൻ്റെ ഒറിജിന്. ദ മസിൽ സ്പാൻസ് ബോത്ത് ദ ഷോൾഡർ ആൻഡ് എൽബോ ജോയിൻറ്റ്സ്. ഇനി ഈ ബൈസെപ്സ് ബ്രാക്കൈൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്ലെക്സസ് ദ ഫോറാം അറ്റ് ദി എൽബോ ജോയിൻറ്റ്. ഇറ്റ് ഓൾസോ സുപ്പിനേറ്റ്സ് ദ ഫോറാം അറ്റ് ദി റേഡിയോ അൾനാർ ജോയിൻറ്റ്.
ആൻഡ് ഫ്ലെക്സസ് ദി ആം അറ്റ് ദി ഷോൾഡർ ജോയിൻറ്റ്. മുകളിൽ ഓൾറെഡി പറഞ്ഞു ദ മസിൽ സ്പാൻസ് ബോത്ത് ദി ഷോൾഡർ ആൻഡ് എൽബോ ജോയിൻറ്റ്സ് എന്ന്. അപ്പം താഴെ ഫങ്ഷൻസ് നോക്കുമ്പം എൽബോ ജോയിൻറ്റിൽ ഫോർ ആമിനെ ഫ്ലെക്സ് ചെയ്യും, ഷോൾഡർ ജോയിൻറ്റിൽ ആമിനെ ഫ്ലെക്സ് ചെയ്യും. പിന്നെ സുപ്പിനേറ്റ് ദ ഫോർ ആം എത്തി റേഡിയോ അൾനാർ ജോയിൻറ്റ്, റേഡിയസിൻ്റെ അൾനാറിൻ്റെ ജോയിൻറ്റിൻ്റെ അടുത്തുനിന്ന് ഫോർ ആമിനെ സുപ്പിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് ദ ബ്രേക്കിയാലിസ് ഈസ് ഡീപ്പ് ടു ദ ബൈസെപ്സ് ബ്രാക്കൈ മസിൽ. ബൈസെപ്സ് ബ്രാക്കൈ മസിൽസിൻ്റെ അടിയിലായിട്ടാണ് വരിക, ഡീപ്പായിട്ട്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഫ്ലെക്സർ ഓഫ് ദി ഫോർ ആം അറ്റ് ദി എൽബോ ജോയിൻറ്റ്. അതുകൊണ്ട് തന്നെ അതിന് വർക്ക് ഹോസ് ഓഫ് ദി എൽബോ ഫ്ലെക്സേഴ്സ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് വൺ ദ ബ്രേക്കിയോ റേഡിയാലിസ് ഫ്ലെക്സസ് ദ ഫോർ ആം അറ്റ് ദി എൽബോ ജോയിൻറ്റ്, എസ്പെഷ്യലി വെൻ എ ക്വിക്ക് മൂവ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഓർ വെൻ എ വെയ്റ്റ് ഈസ് ലിഫ്റ്റഡ് സ്ലോലി ഡ്യൂറിങ് ഫ്ലെക്ഷൻ ഓഫ് ദ ഫോർ ആം. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇത് ഫോർ ആം ഫ്ലെക്സേഴ്സാണ് ഇത് മൂന്നും, ബ്രേക്കിയോ റേഡിയാലിസ്, ബ്രേക്കിയാലിസും ബൈസെപ്സ് ബ്രാക്കൈയും. അന്നേരം തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും, ഇത് ഫ്ലെക്സ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഫോർ ആമിനെ ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അറ്റ് ദി എൽബോ ജോയിൻറ്റിലാണ് ബ്രേക്കിയോ റേഡിയാലിസ് ഫ്ലെക്സസ് ദി ഫോർ ആം അറ്റ് ദി എൽബോ ജോയിൻറ്റ്. എപ്പം? എസ്പെഷ്യലി വെൻ എ ക്വിക്ക് മൂവ്മെൻറ്റ് ഈസ് റിക്വയേർഡ് ഓർ വെൻ എ വെയ്റ്റ് ഈസ് ലിഫ്റ്റഡ് സ്ലോലി ഡ്യൂറിങ് ഫ്ലെക്ഷൻ ഓഫ് ദി ഫോർ ആം. പെട്ടെന്ന് എൽബോൻ്റെ അടുത്തുനിന്ന് ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫോർ ആമിൽ ഫ്ലെക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുമാണ് ബ്രേക്കിയോ റേഡിയാലിസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഫോർ ആം എക്സ്റ്റെൻസേഴ്സ് നോക്കാം. രണ്ടെണ്ണം ഉണ്ട്, ട്രൈസെപ്സ് ബ്രാക്കൈയും ആങ്കോണിയസും. ഓൾറെഡി പറഞ്ഞു ട്രൈസെപ്സ് ബ്രാക്കൈ ഈസ് ദ ലാർജ് മസിൽ ലൊക്കേറ്റഡ് ഓൺ ദി പോസ്റ്റീരിയർ സർഫേസ് ഓഫ് ദി ആം. പിക്ചർ നിങ്ങൾ മനസ്സിലുണ്ടാവണേ, ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് ആ പിക്ചർ ഒന്ന് നോക്കുക കേട്ടോ. ഇറ്റ് ഈസ് ദ മോർ പവർഫുൾ ഓഫ് ദി എക്സ്റ്റെൻസേഴ്സ് ഓഫ് ദി ഫോർ ആം അറ്റ് ദി എൽബോ ജോയിൻറ്റ്. എൽബോ ജോയിൻറ്റിൽ എല്ലാ എക്സ്റ്റെൻസേഴ്സിലും വെച്ചിട്ട് മോർ പവർഫുൾ ട്രൈസെപ്സ് ബ്രാക്കൈ ആണ്. അതിൻ്റെ പേര് പോലെ തന്നെ ഇറ്റ് ഹാസ് 3 ഹെഡ്സ് ഓഫ് ഒറിജിൻ. 1 ഫ്രം ദി സ്കാപ്പുല, അതാണ് ലോങ് ഹെഡ്. 2 ഫ്രം ദി ഹ്യൂമറസ്, അതാണ് ലാറ്ററൽ ആൻഡ് മീഡിയൽ ഹെഡ്സ്. ഞാനത് പിക്ചർ കാണിച്ചിട്ട് പറഞ്ഞു തന്നു. ദ ലോങ് ഹെഡ് ക്രോസസ് ദ ഷോൾഡർ ജോയിൻറ്റ്, ദ അതർ ഹെഡ് ഡു നോട്ട്. ഷോൾഡർ ജോയിൻറ്റിനെ ക്രോസ് ചെയ്യുന്നുണ്ട് ലോങ് ഹെഡ്. ഇനി നെക്സ്റ്റ് വൺ ദ ആങ്കോണിയസ്. ആങ്കോണിയസ് എന്ന് പറയുന്നത് സ്മോൾ മസിൽ ലൊക്കേറ്റഡ് ഓൺ ദി ലാറ്ററൽ പാർട്ട് ഓഫ് ദി പോസ്റ്റീരിയർ ആസ്പെക്ട് ഓഫ് ദി എൽബോ. അതായത് എൽബോൻ്റെ ബാക്ക് സൈഡ്, പോസ്റ്റീരിയർ ഭാഗത്ത് ലാറ്ററൽ പാർട്ട്, സൈഡിൽ, ബാക്കിൽ സൈഡിലായിട്ട് ഓഫ് ദി എൽബോ ദാറ്റ് അസിസ്റ്റ് ദി ട്രൈസെപ്സ് ബ്രാക്കൈ ഇൻ എക്സ്റ്റെൻഡിങ് ദ ഫോർ ആം അറ്റ് ദി എൽബോ ജോയിൻറ്റ്. അതായത് എൽബോൻ്റെ അടുത്തുനിന്ന് നമ്മളെ എൽബോ ജോയിൻറ്റിന് കൈ എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ട്രൈസെപ്സ് ബ്രാക്കൈനെ അസിസ്റ്റ് ചെയ്യുന്ന പണിയാണ് ഈ ആങ്കോണിയസിനുള്ളത്. ഇനി ഏറ്റവും ലാസ്റ്റിലത്തത് പ്രൊനേറ്റേഴ്സും സുപ്പിനേറ്റേഴ്സും. പ്രൊനേറ്റേഴ്സ് ഏതൊക്കെയാണ്, സുപ്പിനേറ്റർ ഏതാണ്? പ്രൊനേറ്റർ ടിയേഴ്സ് ആൻഡ് പ്രൊനേറ്റർ ക്വാഡ്രാറ്റസ് ഓൾറെഡി പറഞ്ഞു. സുപ്പിനേറ്റർ മസിൽസ് ഓഫ് ദി ഫോർ ആം, എൻ്റെ പേര് സുപ്പിനേറ്റർ എന്ന് തന്നെയാണ്, അതിൻ്റെ പേര് പോലെ തന്നെ. പ്രൊനേറ്റർ ആൻഡ് സുപ്പിനേറ്റർ മസിൽസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. യു വിൽ യൂസ് ദ പവർഫുൾ ആക്ഷൻ ഓഫ് ദ സുപ്പിനേറ്റർ വെൻ യു ട്വിസ്റ്റ് എ കോക്ക് സ്ക്രൂ ഓർ ടേൺ എ സ്ക്രൂ വിത്ത് എ സ്ക്രൂ ഡ്രൈവർ. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമ്മൾ ടേൺ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു പവർഫുൾ ആക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നൊരു മസിലാണ് ഈ സുപ്പിനേറ്റർ മസിൽ. ഓക്കെ, ഇനി ഇന്ന് നമ്മൾ പഠിച്ച ഫോർ ആമിലുള്ള എല്ലാ മസിൽസിൻ്റെയും ഒറിജിൻ, ഇൻസേർഷൻ, ആക്ഷൻ ആൻഡ് ഇന്നർവേഷൻ്റെ ടേബിളാണിത്. നല്ലപോലെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക, എന്നിട്ട് ബൈ ഹാർട്ടാക്കുക. അതുപോലെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇന്ന് നമ്മൾ പഠിച്ച എല്ലാ മസിൽസും താഴെ കൊടുത്തിട്ടുള്ള ഓരോ ആക്ഷൻസിനനുസരിച്ചിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയാകും. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മസിൽസ് ഓഫ് ദി ഫോർ ആം ദാറ്റ് മൂവ് ദ റേഡിയസ് ആൻഡ് അൾനയാണ് നോക്കിയത്. ഫ്ലെക്സേഴ്സ്, എക്സ്റ്റെൻസേഴ്സ്, പ്രൊനേറ്റേഴ്സ്, സുപ്പിനേറ്റർ, ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കട്ടെ. താങ്ക് യു.